ഗാമനും അവന്റെ നോട്ട്സ് ഒക്കെ സെഹ്യോനെ കാണിച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും മാത്സിന്റെ നോട്ടിൽ പോലും ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ അവൻ അതേപടിക്കൊക്കെ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്ന സെഹ്യോണും എന്തിനാണ് മാത്സിൽ ഇതുപോലെയൊക്കെ എഴുതിയതെന്ന് അവന്റെ അടുത്തും ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ ഗാമൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവനും ഒരു മണ്ടനാണെന്നുള്ള കാര്യമൊക്കെ സെഹ്യോണും മനസ്സിലാക്കുന്നു. നിനക്ക് പഠിക്കുവാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ടർട്ടിൽ നെക്ക് സിൻഡ്രോം ഒക്കെ നിനക്ക് വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ കാണപ്പെടുന്നത്. നിന്റെ നടുവിരലിലെ തൊലികളൊക്കെ പോയിട്ടുണ്ട്. അതിന് കാരണം നീ ഒരുപാട് എഴുതുന്നത് കൊണ്ടാണ്. നീ മുടിയൊക്കെ മുറിച്ചിട്ടിരിക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വായിക്കുവാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാകും. പിന്നെ നിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ള ഒരു കുട്ടിയുടെ കണ്ണുകളാണ് അതേ എന്നും എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാമെന്നൊക്കെ ഗമൻ പറയുമ്പോഴത്തേക്കും നീ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ്. ഈ ഒരു സ്കൂളിൽ സ്റ്റഡി ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും നടക്കുവാനായിട്ട് പോകുന്നില്ല. ഹാനുൾ അതിനൊരിക്കലും അനുവദിക്കുകയുമില്ല. ഹാനുൾ ആണ് ഈ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ റാങ്ക് ഒക്കെ കാണിക്കുന്ന ആപ്പൊക്കെ സെഹുൺ ഗാമിനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ഗാമൻ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഗുണ്ടകളുടെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട്. ആ ഗ്യാങ്ങിലെ ലീഡറിന്റെ മകനാണ് ഹാനുൾ. ഈ ഒരു ആപ്പിൽ ഒന്നാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നതും അവനാണ്. അവൻ ഇങ്ങനെ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് കുട്ടികൾ പവറിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിനേക്കാളും താല്പര്യം ഫൈറ്റ് ചെയ്യുന്നതിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിത്തവും കാര്യങ്ങളും ഒന്നും തന്നെ നടക്കുകയില്ല എന്നൊക്കെ സെഹോൺ പറയുമ്പോഴത്തേക്കും സെഹോണ് കിട്ടിയ മാർക്കിന്റെ പേപ്പറൊക്കെ ഇപ്പോൾ ഗാമനും അവന് കാണിച്ചൊക്കെ കൊടുക്കുന്നു. സ്കൂളിൽ തന്നെ 2ാം റാങ്ക് ഒക്കെ ആയിരുന്നു അവനുണ്ടായിരുന്നത്. നേരത്തെ സെഹ്യൂണും അത് കീറിക്കളഞ്ഞതായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഗാമനും അതൊക്കെ ഒട്ടിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നീ എന്റെ കൂടെ കൂടെ നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്കും ഒന്നിച്ചു പഠിച്ചിട്ട് കോളേജിലേക്കൊക്കെ അഡ്മിഷനും മേടിക്കാമെന്നൊക്കെ ഗാമൻ പറയുമ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറൊക്കെ വീണ്ടും വലിച്ചു കയറി കളയുകയായിരുന്നു സെഹ്യൂണും. ഇനി മേലാൽ പഠിക്കണമെന്ന് പറഞ്ഞ് എന്റെ കൺമുമ്പിൽ പോലും നീ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ടൊക്കെ അവനും പോകുന്നു. അക്കാഡമിക് എക്സലൻസ് അവാർഡൊക്കെ പ്രഖ്യാപിക്കുകയാണ്. സ്കൂളിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്കാണ് ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഹാനൂളിനാണ് വൈസ് പ്രിൻസിപ്പാൾ അവാർഡൊക്കെ കൊടുക്കുന്നത്. സെഹുണു ഇപ്പോൾ വിഷമിച്ച് മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ അടുത്തേക്കൊക്കെ ഹ്യുനുവോ വരികയും അറിയാതെ ഹ്യുനുവോ അവനെ തട്ടുകയും ചെയ്യുന്നു. പക്ഷെ ആരാണെന്നൊക്കെ അറിയാതെ സെഹുൺ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് മുമ്പിൽ നിൽക്കുന്നത് ഹ്യുനുവോ ആണെന്നുള്ള കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെ തന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ദേഷ്യത്തിൽ ഹ്യുനുവോ അവനെ വിളിച്ചുകൊണ്ട് പോയി തല്ലൊക്കെ കൊടുക്കുന്നു. സെഹ്യൂൺ ഒരുപാട് തവണ ഹിനുവിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും 2 ലാക്ക് വോണൊക്കെ നീ നാളെ വരുമ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവരണമെന്നൊക്കെ അവനും ആവശ്യപ്പെടുന്നു. പക്ഷെ അത്രയും പണം കൊടുക്കുവാനായിട്ട് സെഹ്യൂന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും സോറിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹിനുവിന് കൂടുതലായിട്ടൊക്കെ ദേഷ്യം തോന്നുകയാണ്. ലിയും ഡ്രംസ് ഒക്കെ ഒളിപ്പിച്ചു വെക്കുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഒരു ഒച്ചയും ബഹളവും ഒക്കെ അവളും കേൾക്കുന്നത്. അങ്ങനെ അവളും സൗണ്ട് കേട്ട സ്ഥലത്തേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് കുട്ടികൾ കൂടിയിട്ട് കൂട്ടാൻ ചേർന്ന് സെഹ്യുനെ ആക്രമിക്കുന്ന കാഴ്ചയായിരുന്നു ലിയും കണ്ടത്. ലിയോ ഹെൽപ്പിന് വേണ്ടി 2 സാറുമാരെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴത്തേക്കും എന്തായാലും അവിടെ കയറി നോക്കിയേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിന്റെ ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ലിയും. പക്ഷെ അപ്പോഴേക്കും അവിടെ ഗാമൻ എത്തിയിട്ട് നിലവിൽ തല്ലൊക്കെ കൂടുന്ന സെഹ്യൂൺ എന്റെ കൂടെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ചേരുവാനായിട്ട് പോകുന്ന വ്യക്തിയാണ്. സോ ഞാൻ തന്നെ അകത്തേക്കൊക്കെ കയറി നോക്കിക്കൊള്ളാമെന്ന് ഗാമനും പറയുന്നു. ഇപ്പോൾ ഗാമനും ഒരു മാസ്ക് ഒക്കെ വെച്ച് അകത്തേക്ക് കയറി വന്നതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്യൂഷർ അവിടെ മുഴുവൻ അടിച്ചിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന സെഹ്യൂണും എടുത്തുകൊണ്ടൊക്കെ വെളിയിലേക്ക് പോകുന്നു. സെഹുണും വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഗാമനോട് മറ്റൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവൻ ഒരുപാട് തലൊക്കെ കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. സോ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി തലയിട്ടൊക്കെ പോയേനെ. പക്ഷെ ഗാമിൻ അവനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഇനി ഉറപ്പായിട്ടും നേരത്തെ തല്ലിയവർ അവനെ തേടി എത്തുകയും പിന്നീട് കൂടുതലായിട്ടൊക്കെ തല്ലുകയും ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ സെഹുൺ പറഞ്ഞിട്ട് ഗാമിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ ഹ്യുനുവിന്റെ മുമ്പിലൊക്കെ ആയിരുന്നു സെഹുണും ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നത്. നിന്നെ ഒരാൾ രക്ഷിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവൻ ആരാണ്? നിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്നൊക്കെ സെഹ്യൂന്റെ അടുത്ത് ഹിനുവോ ചോദിക്കുന്നുണ്ടെങ്കിലും സെഹ്യൂൻ അവനെ അറിയിക്കുകയില്ല എന്ന രീതിക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഓരോ തവണ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും സെഹ്യൂനിട്ട് അടിക്കുകയായിരുന്നു ഹിനുവോ ചെയ്തത്. പക്ഷെ ഏറ്റവും ഒടുവിലായിട്ട് വീണ്ടും തല്ലുവാനായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ കാല് വെച്ച് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഗാമിനും. നന്നായി പഠിക്കുവാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ്ങും ആയിരിക്കണമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന അവനും സ്ട്രോങ് ആകുവാനായിട്ട് ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നീ ഈ പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ പോലെ മാർഷൽ ആർട്സിനൊക്കെ നിൽക്കുവാനായിട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്ന ജിം ട്രെയിനർ പോലും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ഹിനുവും ഗാമിന്റെ അടുത്തൊന്ന് ഫൈറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഗാമിന്റെ രണ്ടിടിക്ക് തന്നെ അവന്റെ ബോധവും പോകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി നിന്നെ ആരും ശല്യം ചെയ്യിക്കില്ല. നീ എന്റെ കൂടെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ചേരേന്ന് ഗവൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഗവൻ ഇത്രയും നേരം മാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നല്ലോ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കുട്ടികൾ നിന്നെ കണ്ടെത്തിയിട്ട് നിന്നെ ടാർഗറ്റ് ചെയ്യുമോ എന്ന സംശയമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നീയും ഇങ്ങനെ ചെയ്തത്. നീ ഒട്ടും തന്നെ കോൺഫിഡന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ കൂടെ കൂടുകയില്ല എന്നൊക്കെ പറഞ്ഞ് സെഹ്യൂണും വളരെയധികം നിരാശയോടെ വീട്ടിലേക്കും മടങ്ങുന്നു. സെഹ്യൂന്റെ അച്ഛൻ വെൽഡിംഗ് വർക്കൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ സെഹ്യൂനോട് കൂടി അതൊക്കെ ചെയ്തോളുവാനായിട്ടാണ് അച്ഛൻ പറയുന്നത്. അച്ഛന്റെ കടയിൽ ഏറ്റവും ഒടുവിലായിട്ട് വർക്കിന് വന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയും ബാച്ചിലർ ഡിഗ്രിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീയും സ്കൂളിലൊക്കെ പോയി പഠിച്ച് പിന്നീട് കോളേജിൽ പോയിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്നൊക്കെ അച്ഛൻ അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കാതെയൊക്കെ ഇരുന്നിട്ട് വെൽഡിംഗ് വർക്കിന് പോകുവാനായിട്ടല്ലേ അച്ഛനും എന്നെ ആ ഒരു സ്കൂളിലേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാനും പഠിത്തമൊക്കെ നിർത്തി വെൽഡിംഗ് വർക്കിന് വരുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറയുന്നു. പിന്നീട് അവന് വീടിന് വെളിയിലൊക്കെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും കുറേയധികം ബുക്സ് ഒക്കെ കളയുവാനായിട്ട് എടുത്തു വെച്ചതിൽ നിന്നും അവന്റെ മാത്സിന്റെ ഒരു ബുക്ക് കൂടി അവൻ ശ്രദ്ധിക്കുകയാണ്. ഗാമനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഒരമ്മ ആ അമ്മയുടെ മകൻ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ചേരുകയും അതുവഴി കുറെ അധികം മാർക്ക് കൂടുതലായിട്ട് മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗാമിന്റെ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗാമിനെയും സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ചേർക്കുവാനായിട്ട് അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന അവനും സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ചേരുവാനായിട്ട് പല കുട്ടികളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഗാമിന് മാർക്കൊക്കെ കുറവായതുകൊണ്ട് തന്നെ അവരാരും തന്നെ അവനെ ഗ്രൂപ്പിൽ ചേർത്ത് പോലുമില്ല. പല ആൾക്കാരും പല എക്സ്ക്യൂസ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവനെ ആർക്കും തന്നെ ഇഷ്ടം പോലും ആയിരുന്നില്ല എന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ സംഭവങ്ങളൊക്കെ നടന്നിട്ട് അവന് വീണ്ടും മാർക്കൊക്കെ കുറവ് കിട്ടിയ സമയത്ത് അവൻ ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അന്നും അവന്റെ അമ്മ തന്നെ ആയിരുന്നു അവനെ സപ്പോർട്ട് ചെയ്തത്. ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും ലിയും സ്കൂളിലേക്കൊക്കെ ചെല്ലുന്നു. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കുമാണ് നേരത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രംസ് എല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നും അതിലൊക്കെ കുട്ടികൾ സിഗരറ്റ്സ് ഒക്കെ വലിച്ചിട്ട് ഇടുന്നുണ്ട് എന്നുമുള്ള കാര്യമൊക്കെ ലിയും മനസ്സിലാക്കുന്നത്. ഒരു സാറും ലീയുടെ അടുത്ത് എത്രയും വേഗം ഇവിടെ നിന്നും ഡ്രംസ് ഒക്കെ മാറ്റണമെന്നൊക്കെ പറയുകയാണ്. സ്കൂളില് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ആളൊക്കെ വരുന്നുണ്ട്. അവരുടെ കണ്ണില് ഒരിക്കലും ഇതൊന്നും പെടുവാനായിട്ട് പാടില്ല. സോ അവളും അതൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരു കുട്ടി കൂടി കൂടുന്നു. ആ കുട്ടിയുടെ പേരാണ് യോബ്. ശരിക്കും ഇൻസ്പെക്ഷൻ ആളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഡ്രംസ് ഒക്കെ അയാൾ കാണുക തന്നെ ചെയ്യണം. എന്നാലേ സ്കൂളിലെ കാര്യങ്ങളെല്ലാം തന്നെ അയാൾ അറിയിക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ സ്കൂളൊക്കെ നന്നാക്കുവാനായിട്ട് നോക്കുകയാണെങ്കിലും അതിന് സാധിച്ചെന്ന് വരികയില്ല എന്നൊക്കെ യോബ് പറയുമ്പോഴത്തേക്കും സാധിച്ചാലും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം തന്നെ ഞാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്ന് ലിയും അറിയിക്കുന്നു. ഗാമന് സ്കൂളിലെത്തി ബുക്സ് ഒക്കെ ഡെസ്കിന് കീഴിൽ വെക്കുന്ന സമയത്തായിരുന്നു അവന്റെ ഡെസ്കിന് കീഴിലായിട്ട് മറ്റൊരു ബുക്കൊക്കെ ഇരിക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അത് സെഹ്യുന്റെ മാത്സിന്റെ നോട്ടൊക്കെ ആയിരുന്നു. അത് കണ്ട് ഗാമനും ഒരുപാട് സന്തോഷിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.